ഗായ്സ്, ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെറൈറ്റി ഒരു സാധനമാണ്. അധികം എങ്ങും ഇല്ലാത്തൊരു സാധനമാണ്. എന്നാൽ എല്ലായിടത്തും നാട്ടിൻപുറങ്ങളിൽ ചിലയിടത്തൊക്കെ ഉണ്ട്. കണ്ടോ, ഇതിനകത്ത് പൂവ് എന്ന് പറഞ്ഞ സാധനം നമ്മളെ ദൂരെ നോക്കിയാൽ കാണത്തില്ല. ആ സമയം കൊണ്ട് ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കിയിട്ടെ. കണ്ടോ, പൂവ് കമ്പ് എവിടെയാണെന്ന് കാണാനില്ല. പൂവ് കൊണ്ട് കമ്പ് കാണാനേ ഇല്ല. ഇലഭാഗങ്ങൾ, അതായത് മൂട് അടിഭാഗം മുതൽ മുകൾ വരെ ഇതിനകത്ത് പൂക്കളാണ്. പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മളിതിനകത്തൊന്നും പൂ കാണാനേ ഇല്ല. ഇലകളിൽ ഈ ഭാഗത്തെങ്ങും പൂവ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. ആ സമയം നമ്മൾ ഇതിനകത്തോട്ട് നോക്കുമ്പോൾ കാണാം പൂവേ ഉള്ളൂ. ഈ മരം ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് വേര് മുതൽ അങ്ങ് മേള് വരെ കാഴ്ച അതിമനോഹരമായി കിടക്കുവാണ്. എല്ലാം പൂട പോലെ. കണ്ടോ, എന്ത് രസമാണ് ഇതിനായി പൂ കാണാൻ. ഈ മരത്തിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തുവാണെന്ന്? അതിമനോഹരമാണ്. കണ്ടോ, ഈ പൂവിൻ്റെ രസം കണ്ടോ, പൂ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കണ്ടോ, മൂടാണ്. ഈ മൂടിൻ്റെ ഭാഗത്ത് തിങ്ങി നിറഞ്ഞ് അങ്ങനെ മുകൾ ഭാഗം വരെ കമ്പ് എവിടെ മരത്തടി അങ്ങ് കാണാനേ ഇല്ല. കണ്ടോ, എല്ലാ ഭാഗത്തൊന്നും പൂവില്ലാത്ത ഈ തണ്ടി ഇത് കണ്ടോ, പൂവ് നിറഞ്ഞ് നിൽക്കുക. ഇത് ഏത് മരമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ മൂട്ടിപ്പഴം. അതിമനോഹരമായിട്ടുണ്ട് അല്ലേ? അതിസുന്ദരമായി. കണ്ടോ, ഇത് മേൽഭാഗത്തോട്ട് നീ അടുത്ത് പൂ ഇങ്ങനെ വന്ന് തിങ്ങി നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. നമ്മുടെ മൂട്ടിപ്പഴമാണ് ഈ സാധനം. മൂട്ടിപ്പഴം, മൂട്ടി. വേര് മുതൽ മേൾ ഭാഗം വരെ കമ്പ് പോലും കാണാത്ത രീതി പൂത്ത് നിറഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ മൂട്ടിപ്പഴം. ആ സമയം പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് പൂവോ ഒന്നും കാണാനില്ലായിരുന്നു. അങ്ങനെ ഇത് നമ്മളിവിടെ ഒരു ദിവസം ഇന്ന് വൃത്തിയാക്കാൻ കയറിയപ്പോഴാണ് ഈ പൂക്കുട്ടിമഴ ഇങ്ങനെ ഇത്രയും പൂത്ത് നിൽക്കുന്നതായിട്ട് കണ്ടത്. അതിമനോഹരമാണ് ഈ കാണാൻ കാഴ്ച. നമ്മൾ നേരിൽ കാണുമ്പോൾ എന്തോ രസമായിരുന്നു ഇതിനകത്ത് നിൽക്കുന്നത്. കണ്ടോ, മൂട്ടിപ്പഴം എല്ലാം പൂത്ത് നിൽക്കുകയാണ്. ഈ കമ്പ് തണ്ട് ഭാഗങ്ങളെല്ലാം കണ്ടോ, നല്ല വൃത്തിയായിട്ട് കണ്ടോ ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ, അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ നോക്കിയപ്പോൾ കാണുന്നത്. പുറമേ നോക്കുമ്പോൾ ഒന്നും കാണാനില്ലെങ്കിൽ അകത്ത് പൂ മാത്രമേ ഉള്ളൂ. കണ്ടോ, ആണ് നമ്മുടെ മൂട്ടിപ്പഴം എന്ന് പറയുന്നത്. നമ്മുടെ ഈ നാട്ടിൻപുറത്തെ പ്രദേശത്ത് അങ്ങനെയൊക്കെ കാണാറുണ്ട്. എങ്കിലും കാട്ടിനകത്ത് ശരിക്കും ഉണ്ട് ഇത്. നമ്മുടെ വീടുകളിൽ അങ്ങനെ പിടിക്കാറുമില്ല, അങ്ങനെ പൂക്കാറുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അധികം എങ്ങും കാണാൻ ഇല്ലാത്ത ഒരു സാധനമാണെന്ന്. എന്നാൽ ചിലയിടത്തൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, പൂത്ത് ഉലഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ തൊട്ടപ്പോൾ അടഞ്ഞു പോകും. അതുകൊണ്ട് അനക്കാതെ നിർത്തിയേക്കുക. ഇങ്ങനെ മേൽഭാഗത്ത് പൂ വരുന്നതേ ഉള്ളൂ കേട്ടോ. താഴെയൊക്കെ ആണെങ്കിൽ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് തന്നെ ഇത് കാണാൻ. മൂട്ടിപ്പഴം മിക്കുള്ളവരും നമ്മുടെ ഈ കാട്ടിലൊക്കെ ശരിക്കുമുള്ള മരമാണ് ഈ മൂട്ടി എന്ന് പറയുന്ന സാധനം. സാധാരണ ഇത്ര ചെറുപ്പത്തിൽ കായ്ക്കത്തില്ല. ഇത് മരം പോലും അങ്ങനെ ആയി നിൽക്കുകയാണ് കാട്ടിനകത്ത്. നമ്മളിവിടെ തൂക്കാൻ വന്നപ്പോഴാണ് ഇത് കണ്ടത്. ഇത് പുറമേ നോക്കുമ്പോൾ ഇതൊന്നും കാണാനേ ഇല്ല. ഇലയ്ക്കകത്തൊന്നും ഒരു പൂ പോലും കാണാനില്ല. പക്ഷെ സമയം കണ്ടോ, അകത്തോട്ട് കണ്ടോ, മരത്തിൻ്റെ മുകൾ ഭാഗം വരെ ഇങ്ങനെ കുത്തിനെങ്ങനെ പൂവ് പൂത്തിരിക്കുന്ന സംഭവമാണിത്. മൂട്ടിന്നേ ഇങ്ങനെ കായ്ക്കുന്നതുകൊണ്ടാണ് ഇതിന് മൂട്ടിപ്പഴം എന്ന് പറയുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ്. കുന്നു നിറഞ്ഞാണ് പൂക്കൾ പൂത്ത് ഇങ്ങനെ നിൽക്കുക. കാണാൻ തന്നെ എന്തൊരു മനോഹരമാണ്. ഇതാണ് മൂട്ടിപ്പഴം. സാധാരണ നമ്മുടെ ഈ നാട്ടിലൊന്നും കൊണ്ട് വീട്ടിലൊക്കെ വെച്ചാൽ കിളിക്കാറില്ല. കാട്ടിൽ ശരിക്കും കിളിക്കുന്ന സാധനമാണിത്, മൂട്ടിപ്പഴം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ